എന്നോടെന്നും അവൻ അങ്ങനെ പെരുമാറിയിട്ടുള്ളൂ. പക്ഷേ ഈ അവസ്ഥയിലെങ്കിലും ആശുപത്രി കിടക്കെ കിടക്കുമ്പോഴെങ്കിലും ഒരു മാറ്റം, ഒരിത്തിരി അലിവ് അത് കാണിക്കുമെന്ന് കരുതി. അതെന്റെ വിട്ടിത്തം. പ്രസാദ് മോശമായി പെരുമാറി ഇല്ലേ? അതെന്റെ വിധിയാണ് പാറു. സ്വന്തം അനിയൻ അപകടം പറ്റി ആശുപത്രിയിലായിന്ന് കേട്ട് ഓടിച്ചെന്നതാണ്. അത് തെറ്റായിപ്പോയി. ഞാൻ ചെന്ന് അവൻ മരിച്ചോന്ന് അറിയാനാണത്രേ, അറിഞ്ഞിട്ട് സന്തോഷിക്കാനാണത്രേ. ഞാൻ ഒന്നും എതിർത്ത് പറഞ്ഞില്ല, കേട്ടു നിന്നു. കാരണം ശരി മുഴുവൻ എന്നും അവന്റെ ഭാഗത്താണല്ലോ, തെറ്റുകൾ എന്റെ ഭാഗത്ത്. പക്ഷേ ഞാനും ഒരു മനുഷ്യനല്ലേ പാറു. ഇങ്ങനെ ചവിട്ടി പുറത്താക്കാൻ മാത്രം എന്ത് വലിയ തെറ്റാ ഞാൻ ചെയ്തത്. രമേശേട്ട സങ്കടപ്പെടാതിരിക്കെ, നമുക്ക് സഹിക്കാം. എന്നെങ്കിലും ഒരിക്കൽ പ്രസാദിന്റെ മനസ്സ് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അവന്റെ ഓരോ കുത്തുവാക്കുകളും കളിയാക്കലുകളും കേട്ട് നിയന്ത്രണം വിടാതെ നിന്നു പാറു. അമ്മ വേദനിക്കാതിരിക്കാൻ വേണ്ടി. പാവ അമ്മ. പരിക്കേറ്റ് കിടക്കുമ്പോഴെങ്കിലും അനിയൻ ചേട്ടനോട് അല്പം ദയവോടെ പെരുമാറുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാം. അതിനു പകരം അവൻ പൊട്ടിത്തെറിച്ചപ്പോ അമ്മ തകർന്നുപോയി. സ്വപ്നത്തിൽ പോലും നമ്മൾ ചിന്തിക്കാത്തതും ആഗ്രഹിക്കാത്തതും ഒക്കെ അവൻ നമ്മുടെ മേൽ കെട്ടിവെക്കുകയാണ് പാറു. എന്നാണ് ഈശ്വര ഇതിന്റെ ഒരു അവസാനം? ഒരു നിശ്ചയമില്ല. കുറ്റത്തേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ള ഈ ശിക്ഷ സഹിച്ച് ഞാൻ തളർന്നു. നോക്കൂ, പ്രസാദിന്റെ വിശ്വാസം എങ്ങനെയായിക്കോട്ടെ, അമ്മ നമ്മളെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ബാലമാമ നമ്മുടെ മനസ്സറിയുന്നുണ്ടല്ലോ. അതോർത്ത് ആശ്വസിച്ചൂടെ? അതോടെ ഇല്ലായിരുന്നെങ്കിലത്തെ നമ്മുടെ അവസ്ഥ ഒന്നോർത്തു നോക്കൂ. പ്രസാദിനെ ഞാൻ കാണാൻ പോയത് തെറ്റായോ പാറു? ഒരിക്കലുമില്ല. ആരെന്തും പറഞ്ഞോട്ടെ, നമ്മുടെ കടമ നമ്മൾ ചെയ്യണം. ആട്ടെ, പ്രസാദിന്റെ പരിക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ? ഇല്ല, നെറ്റിയിലാണെന്ന് തോന്നുന്നു മുറിവ്. പുറമേതേ കണ്ടുള്ളൂ. ഒന്നും ചോദിക്കാനോ അറിയാനോ ഒന്നും സമ്മതിച്ചില്ലല്ലോ. ഈശ്വര, ആപത്തൊന്നും ഉണ്ടാവല്ലേ? ഇത് വീട്ടിലെ കഞ്ഞിയോ അത് ഇവിടുത്തെ ക്യാൻറ്റീനിലെ? ക്യാൻറ്റീനിലെ കഞ്ഞിയാണെന്നാണോ നിനക്ക് തോന്നിയത്? കൊള്ളാവല്ലോ. ഉള്ള മരുന്നെല്ലാം കഴിച്ച് കഴിച്ച് എനിക്കിപ്പോൾ ഒരു രുചി അറിയാതെയായി. മതി പഞ്ചാമൃതം. രോഗം വന്നാ പിന്നെ കോഴിയിറച്ചി തരാൻ പറ്റുമോ പ്രസാദേ? നീ എന്താ കൊച്ചു കുട്ടികളെ പോലെ വാശി പിടിക്കുന്നേ? ഓരോ കാലക്കേടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ അന്ന് സൈറ്റിലേക്ക് ജെയിംസ് പോവാന്ന് പറഞ്ഞതാ. ഉടൻ ചാടി കയറി ഏറ്റെടുത്തു. ഇതാ കിടക്കുന്നു തലയും പൊട്ടി. സുഖമായല്ലോ. അതുകൊട്ടെ, അമ്മ കാലത്ത് എന്തെങ്കിലും കഴിച്ചോ? ഞാൻ കഴിച്ചോളാം. എപ്പോ കഴിച്ചോളാന്ന്? വീട്ടിൽ ചെന്നിട്ട്. മനോഹരമായിട്ടുണ്ട്. കാലത്തെ ആഹാരം വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാന്ന്. അങ്ങനെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റും അത്താഴം കൂടി മിക്സ് ചെയ്ത് കഴിക്കണ്ട. അമ്മ തൽക്കാലം വീട്ടിലേക്ക് പോയേ. നീ ഒന്ന് അടങ്ങിക്കിടക്കണ്ട പ്രസാദേ. ഞാൻ കഴിക്കുന്നതും കഴിക്കാതിരിക്കുന്നതും അല്ലല്ലോ ഇപ്പൊ പ്രധാനം. അതെ, എനിക്ക് പ്രധാനം അത് തന്നെയാ. ഞാൻ ഒരുത്തിന് ഇവിടെ ഇങ്ങനെ കിടപ്പായിന്ന് വെച്ച് അമ്മ കൂടി സഫർ ചെയ്യണോ? അമ്മ ഒന്ന് വേഗം വീട്ടിലേക്ക് പോയേ. ഞാനങ്ങ് പോയേ ഇവിടെ ആരാ? അതിനെന്താ അമ്മേ, ഞാനുണ്ടല്ലോ. ഓൾവേസ് അറ്റ് യുവർ സർവീസ്. അമ്മ സമാധാനത്തോടെ പോയിക്കോളൂ. ഈ പേഷ്യന്റ് കാര്യം ഞാൻ ഏറ്റു. പക്ഷേ യമുനയ്ക്ക് കോളേജ് പോണ്ടേ?
ക്ലാസ് കട്ട് ചെയ്ത് ഇവിടെ വന്നിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു ദിവസത്തെ ക്ലാസ് പോയിന്ന് വെച്ച് നഷ്ടമൊന്നും വരാനില്ല. വേണ്ട യമുനെ, പിന്നെ എനിക്കത് കുറ്റബോധം ഉണ്ടാക്കും. കുറ്റബോധം ഉണ്ടാവാതിരിക്കാനുള്ള ഗുളികയുണ്ട് പ്രസാദേട്ടാ. 3 നേരം ഭക്ഷണത്തിന് ശേഷം അത് കഴിച്ചാ മതി, പിന്നെ കുറ്റബോധമേ ഉണ്ടാവില്ല. അമ്മേ, അമ്മ പോയിട്ട് വരുന്നവരെ ഞാൻ ഇവിടെ ഇരുന്നോളാം. പക്ഷെ മോളെ, അമ്മ ഇനി ഒന്നും പറയണ്ട. ഇത് കഴിച്ചു കഴിഞ്ഞോ? ഉം. അമ്മയ്ക്ക് ഇനി എന്താ എടുക്കാനുള്ളേ? ബാഗ് എടുക്കണം. ഈ കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. ആരും തോറ്റുപോകും. ദാ പിടിച്ചേ. എന്നാ ഞാൻ ഇറങ്ങട്ടെടാ. ചെന്നോറിന് ഭക്ഷണം കഴിക്കണേ. എന്താ നോക്കുന്നേ? ഈ ത്യാഗശീലമൊക്കെ യമുന എവിടുന്ന് പഠിച്ചു? ഇത് വല്ലത് ത്യാഗമാണോ? അല്ല, ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് എനിക്ക് വേണ്ടി ഈ മരുന്നിന്റെയും ഡെറ്റോളിന്റെ ഒക്കെ ബാഡ് സ്മെല്ലും സഹിച്ച് ഇവിടെ ഇരിക്കാന്ന് വെച്ചാ അല്പ ബുദ്ധിമുട്ടുള്ള കാര്യാ. പക്ഷെ മറ്റു മാർഗമില്ലല്ലോ. താങ്കളുടെ ഭാര്യ ഇല്ലല്ലോ സഹായത്തിന്. ഭാര്യയ്ക്ക് പകരാണോ? ഭാര്യയ്ക്കും അമ്മയ്ക്കും വേണ്ടി വന്ന ഡോക്ടർക്കും പകരാണെന്ന് കൂട്ടിക്കോളൂ. ഒരു സത്യം പറയട്ടെ, വല്ലപ്പോഴൊക്കെ ആകാം. ഇവിടെ അമ്മ നിൽക്കുന്നതിൽ എനിക്കിഷ്ടം, ആശ്വാസം. യമുന നിൽക്കുന്നില്ല. അത് വെറുതെ. അല്ല, സത്യം. എന്നിട്ടാണോ ക്ലാസ്സിൽ പോണ്ടേന്ന് ചോദിച്ചത്? അത് ചോദിക്കേണ്ട എന്റെ കടമ. ആഗ്രഹം വേറെ, കടമ വേറെ. ദേ, ഓറഞ്ചും മുന്തിരിയൊക്കെ ഇരിപ്പുണ്ട്, എടുത്ത് കഴിച്ചോളൂ. ഓറഞ്ചും മുന്തിരിയും കഴിക്കാനൊന്നും അല്ല ഞാൻ വന്നേ, രോഗിയെ ശുശ്രൂഷിക്കാനാ. എന്നിട്ട് ശുശ്രൂഷിക്കുന്നില്ലല്ലോ. എന്ത് വേണം രോഗിക്ക്? എന്ത് വേണമെന്ന് ചോദിച്ചാ താനിവിടെ വന്നിരിക്കേ. ഇനി എന്തെങ്കിലുമൊക്കെ പറയേ, പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇടവേളകൾ പാടില്ല. കണ്ടിന്യൂസ് ടോക്ക്. ഇതെന്താ ടിവിയിൽ കാണുന്ന മാതിരി വല്ല മത്സരമാണോ? വായ് തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കേൾക്കാനാണ്, തുടർച്ചയായി കേൾക്കാനാണ് തന്റെ ശബ്ദം. നല്ല രസമാണ് തന്റെ ശബ്ദം കേൾക്കാൻ. ഓ, ഇറ്റ്സ് എ കോംപ്ലിമെന്റ്. സ്വന്തം അനന്തരവന് ആക്സിഡന്റ് ആയതും ആശുപത്രിയിലായതും നിന്റെ അമ്മായിയച്ഛൻ പറഞ്ഞിട്ട് വേണം ഞാൻ അറിയാൻ, അല്ലേ? സുഭദ്രയ്ക്കൊന്ന് ഫോൺ ചെയ്ത് അറിയിച്ചാൽ എന്തായിരുന്നു? അതോ എന്നെ അറിയിക്കേണ്ട ആവശ്യമില്ലെന്ന് വിചാരിച്ചോ? ഞാനിതൊന്നും അറിഞ്ഞില്ല ബാലമ്മ. ഓർമ്മയില്ലാതെ കിടക്കുന്ന ഞാൻ എങ്ങനെ ബാലമാമ വിവരം അറിയിക്കുക? പിന്നെ അമ്മ ആകെ അപ്സെറ്റ് ആയിരുന്നു. സുഭദ്ര എവിടെ? ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴാ വീട്ടിലേക്ക് പോയത്. മോൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലേ? ഉണ്ട്, പക്ഷെ ഇവിടെ ആരും ഇല്ലാത്തോണ്ട് നിന്നതാ. ചേച്ചിയും അടുത്തില്ലല്ലോ. ക്ലാസ് കളയണ്ട, മോള് കോളേജിലേക്ക് പൊക്കോ. രണ്ട് ദിവസം ഞാൻ ഉണ്ടാവും എൻ്റെ അടുത്ത്. ഞാനിവന്റെ അമ്മാവനാണെന്നാണല്ലോ പറയുന്നത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ പ്രസാദേട്ടാ.
എങ്ങനെയുണ്ട് ഇപ്പോ? സാരമില്ല. ബാബുവേട്ടൻ എന്തിനാ അത്യാവശ്യമായി കാണുമെന്ന് പറഞ്ഞേ? ഞാനാകെ ടെൻഷനിലാണ്. ചേച്ചിയുടെ മുമ്പിലിരിക്കുമ്പോൾ ആ ടെൻഷൻ കൂടിക്കൂടി വരുന്നു. ബാബുവേട്ടൻ കാര്യം പറയേ. നാട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോൾ ഒരു സാഡ് ന്യൂസ്. പ്രസാദേട്ടന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായത്. ആക്സിഡൻ്റ് നിസ്സാരമാണ്, പക്ഷേ ചേച്ചി ഇതുവരെ സംഗതി അറിഞ്ഞിട്ടില്ല. മുഖത്തു നോക്കി പ്രസാദേട്ടന് ആക്സിഡൻ്റ് ആയെന്ന് ഞാനെങ്ങനെ പറയും? ഇങ്ങനൊരു വിവരം അറിഞ്ഞിട്ട് പറയാതിരിക്കുന്നത് തെറ്റാണ്. അനുനയത്തിൽ കാര്യം പറയണം. പറയുമ്പോ ആക്സിഡന്റ് നിസ്സാരമാണെന്ന് സുമിത്രേച്ചിക്കും തോന്നണം. ഉവ്വ് പറയാം. പക്ഷേ ആ സമയത്ത് എനിക്കൊപ്പം താരകൂടി ഉണ്ടാവണം. ശരി, ബാബുവേട്ടൻ പറഞ്ഞാൽ മതി, ഞാൻ വരാം. ഈ വിവരം അറിഞ്ഞ ശേഷം ഞാൻ ആകെ ഗ്ലൂമിയാണ്. അതിൻ്റെ കാര്യം സുമിത്രേച്ചി കുത്തി കുത്തി ചോദിക്കുകയും ചെയ്തു. സുമിത്രേച്ചിയുടെ വിചാരം നമ്മൾ തമ്മിൽ തുടക്കമുണ്ടായെന്ന്. ഞാനത് തിരുത്താൻ പോയില്ല. ചേച്ചി അങ്ങനെ തന്നെ വിശ്വസിച്ചോട്ടെ എന്ന് കരുതി. കാരണം അറിയാനായി താരെ കാണാനിരിക്കുക സുമിത്രേച്ചി. ഒരു കാര്യം ചെയ്യൂ, വൈകിട്ട് 4 മണിക്ക് സുമിത്രേച്ചിയും കൊണ്ട് ബാബുവേട്ടൻ ഇങ്ങോട്ട് വരും. ഇവിടെ വെച്ച് സാവകാശം നമുക്ക് കാര്യം ധരിപ്പിക്കാം. ആ വരാം. എന്നാ ചെല്ലട്ടെ, വൈകിട്ട് കാണാം. ദാ മോനെ. എന്തൊരു ശിക്ഷയാ! എത്ര ദിവസമായി ഒന്ന് കുളിച്ചിട്ട്. ഒരു നശിച്ച ആക്സിഡന്റ് ഉണ്ടാക്കി വെച്ച ദ്രോഹങ്ങൾ. പുറത്ത് സ്മാർട്ടായി നടക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ഓർക്കാറുണ്ടോ ആശുപത്രി എന്നൊരു വല്ലാത്ത രോഗമുണ്ടെന്നും അതിനകത്ത് രോഗികൾ എന്നൊരു കൂട്ടരുണ്ടെന്നും? അതറിയിക്കാൻ വേണ്ടി ദൈവം ഇങ്ങനെ ചില സൂത്രപ്പണിയൊക്കെ ചെയ്തു വെക്കും. സഹിക്കാതെ നമ്മൾ എന്ത് ചെയ്യും പ്രസാദേ? എന്തിനുണ്ട് ബാലമാമയ്ക്ക് ഒരു ഫിലോസഫി? മനുഷ്യനോട് ബോറടിച്ച് ലെവലായിരിക്കുക. വേവോളം ക്ഷമിച്ചാൽ 6 വോളം ക്ഷമിച്ചൂടെ പ്രസാദേ? ഇന്നോ നാളെയോ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? പ്രസാദ് പറയുന്നതിൽ ന്യായമുണ്ട്. ഒരു നിമിഷം പോലും പാഴാക്കാതെ ജോലി ചെയ്യുന്നവർക്ക് ഇതൊരു ശിക്ഷ പോലെ തോന്നുന്നു. തന്നെ പോലുള്ള സാഹിത്യകാരന്മാർക്ക് ഈ ഹോസ്പിറ്റൽ അനുഭവവും പ്രയോജനകരമാണ് അല്ലേ? രോഗം, ഡോക്ടർ, ഓപ്പറേഷൻ തിയേറ്റർ, അനസ്തേഷ്യ എല്ലാം കവിതയ്ക്ക് വിഷയമാകുമല്ലോ. ഞങ്ങളെ പോലുള്ള രസികന്മാർക്ക് അങ്ങനെ ഒരു ത്രില്ലില്ല അല്ലേ പ്രസാദ്? അതെ, ഇന്ന് ഡിസ്ചാർജ് ചെയ്യാന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ. ഓ, സന്തോഷമായി. ആരെങ്കിലും ഡോക്ടറെ ഒന്ന് പോയി കാണണം. ദാ ബില്ല് കൗണ്ടറിൽ അടച്ചോളൂ. ബാലമാമ, പണം എന്റെ പേഴ്സിലുണ്ട്. അത് അവിടെ ഭദ്രമായിട്ട് ഇരുന്നോട്ടെ, ഞാനിപ്പോ വരാം. അല്ല, ഡോ, എടോ ഒന്ന് നിക്കടോ, എടോ ഒന്ന് നിക്കാൻ. അതേ, എന്താ എങ്ങോട്ടാ? ബില്ലടയ്ക്കണ്ടേ? അടയ്ക്കണമല്ലോ. ബാലമ്മ എന്താ ബില്ല് തരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നിവൃത്തിയില്ല. താൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്ക്. ഞാൻ ബില്ലും അടച്ച് കാറുമായിട്ട് വരാം. അത് ഞാൻ അടയ്ക്കാം. പറയുന്ന കേക്ക്. ശങ്കരൻ പോ പോ. എന്താ അതെ, ഈ ക്യാഷ് കൗണ്ടർ എവിടെയാ? ഇവിടുന്ന് നേരെ പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞാ മതി. ഓ, അവിടെ.
അടിക്കൊന്ന് പറഞ്ഞേ. വാ ഇറങ്ങിക്കോ. പതുക്കെ പതുക്കെ. ആ. പതുക്കെ. പതുക്കെ പതുക്കെ കയറിയാ മതി. പതുക്കെ പതുക്കെ. തല കൊണ്ടരുത്. ഇനി ശരീരം അധികം അനങ്ങാതിരിക്കണം. സൈറ്റിൽ എന്തൊക്കെയായിരുന്നൊരു ഗുരുവില്ല. ജെയിംസ് വിളിച്ചിരുന്ന അമ്മ. സൈറ്റിലെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ റെസ്റ്റ് എടുക്ക്. ആ തലേണെന്ന്. അതെ, നാളെ തന്നെ പ്രസാദിനു വേണ്ടി ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തണം. ജാതകപ്രകാരം പ്രസാദിന് ഇപ്പോ ചന്ദ്രനിൽ രാഹുവിന്റെ അപഹാരം ഉണ്ടെന്നാ ജ്യോത്സ്യർ പറഞ്ഞത്. പോരാത്തതിന് ശനിയുടെയും വ്യാഴത്തിന്റെയും നില നല്ലതല്ലത്രേ. ആപത്ത് പിണയുമ്പോ ജോത്സ്യനെ കാണുന്ന പതിവ് താൻ ഇനിയും വിട്ടില്ലേ ഭാഗ്യലക്ഷ്മി? ആപത്തുകൾ വരുന്നത് വെറുതെയല്ല, ഗ്രഹങ്ങൾ സ്ഥാനം തെറ്റി നിൽക്കുമ്പോ തന്നെയാ. ആരുടെ ഗ്രഹങ്ങളാ സ്ഥാനം തെറ്റി നിൽക്കുന്നത്? പ്രസാദിന്റെ ഗ്രഹനിലയിലെ ഗ്രഹങ്ങൾക്ക് സ്ഥാനഭ്രംശം സംഭവിച്ചു. അതുകൊണ്ടാണ് ആക്സിഡന്റ് ഉണ്ടായതെന്ന് നമ്മുടെ ശ്രീമതിയുടെ നിഗമനം. ഓ, സുമിത്രയുടെ അമ്മ പറഞ്ഞത് സത്യമാ. പ്രസാദിന്റെ നാളിന് അല്ലറ ചില്ലറ ദോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവന്റെ പേരിൽ ഒരു ഗണപതി ഹോമം നടത്തണം. കൊള്ളാം. ഇവിടെ മൃത്യുഞ്ജയ ഹോമം, അവിടെ ഗണപതി ഹോമം. ഏതായാലും ചടങ്ങുകൾ മുടക്കണ്ട. വിശ്വാസം വിശ്വാസമായിട്ട് തന്നെ നിൽക്കട്ടെ. നിങ്ങൾ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. അയ്യോ, ഇപ്പൊ ഒന്നും വേണ്ട, പോയിട്ട് ധൃതിയുണ്ട്. ഇവിടെ വരെ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ അതെന്തോന്ന് പോക്കാ. അതല്ല നമ്മള് അവിടെ ഇരിടൂ. സുഭദ്ര പോയി ചായ എടുക്ക്. വരൂ. സുമിത്ര മോള് ഇതുവരെ അപകടത്തിന്റെ വിവരം അറിയാൻ വഴിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഫോണിന്റെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായേനെ. അല്ല, മടങ്ങി വരുന്നത് വരെ അറിയാതെ തന്നെ ഇരിക്കട്ടെ.